ഹായ്, അപ്പോൾ എല്ലാവർക്കും ലെറ്റസ്റ്റ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അഗ്രികൾച്ചർ ഇൻകമാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നും അതുപോലെ തന്നെ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം അത് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ടു ട്രീറ്റ് ആൻ ഇൻകം ആസ് അഗ്രികൾച്ചർ ഇൻകം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്, പിന്നെ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം വാട്ട് ആർ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോൺ അഗ്രികൾച്ചർ ഇൻകം. ഈ കാര്യങ്ങളൊക്കെ PPT ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോസ് തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇവിടെ നമ്മളിപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളൊരു തിയറിയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് കം ടു ദി ടോപ്പിക്. അഗ്രികൾച്ചർ ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 1A. സാധാരണഗതിയിൽ ഈ സബ്സെക്ഷൻ എന്ന ടേം അല്ല നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിച്ച് പോരാണ്. ക്ലോസ് എന്നാണ് സാധാരണ അതിനെ പറയാറ്. ക്ലോസ് 1 എന്ന് നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് സെക്ഷൻ സബ്സെക്ഷൻ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങളങ്ങനെ ഞാനിപ്പോൾ അഥവാ സബ്സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെന്ത് അത് ക്ലോസ് ആയിട്ട് മനസ്സിലാക്കി വെച്ചത് കേട്ടോ. ഓക്കെ, പറഞ്ഞു പോകുന്ന കാര്യമല്ലേ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസാണ് കൂടുതൽ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം നേടുന്ന ആളുകളാണ് ഒരു 70% ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. സോ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദാറ്റ് സെക്ടർ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആനുകൂല്യങ്ങൾക്കൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ അഗ്രികൾച്ചർ ഇൻകത്തിന് എ പേഴ്സൺ ഹു ലേൺസ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. പക്ഷേ ആ എക്സംഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒരു അഗ്രികൾച്ചർ ഇൻകം കാണുമ്പോൾ അത് അതേപോലെ എടുത്തിട്ട് എന്താണ് ഒഴിവാക്കി വയ്ക്കുകയല്ല. അതിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അത് ഡിഗ്രിക്കും PGക്കൊക്കെ പഠിക്കാനുള്ള കുട്ടികൾക്ക് അത് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിലൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. ഇതൊരു 3 കേസാണ്. ടോട്ടൽ ഇൻകം 2,40,000, അഗ്രികൾച്ചർ ഇൻകം 20,000. ഇതൊരു വ്യക്തിൻ്റെ ഇപ്പോൾ ഒരു പേര് കുമാർ അല്ലെങ്കിൽ ഒരു എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഇൻകം ഓഫ് മിസ്റ്റർ കുമാർ ആൻഡ് കാൽക്കുലേറ്റ് ഹിസ് ടാക്സ് ലയബിലിറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, എന്താണ് ഇയാളുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി, എന്താണ് ആ ക്വസ്റ്റ്യൻ ടാക്സ് ലയബിലിറ്റി. സാധാ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 കേസായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൂ കേട്ടോ. ഒറ്റ കേസ് ഇങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും, ഇതാണെങ്കിൽ എത്ര, അപ്പോൾ 3 കണക്കാണ് കേട്ടോ. സോ അഗ്രികൾച്ചർ ഇൻകം ഉൾപ്പെട്ട കണക്കാണിത്. നമ്മൾ കണക്ക് കാണുമ്പോൾ അതിൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കേസ് 2,40,000 ആണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിരുന്നത് നമുക്കറിയാം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓപ്പറേഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ഈ 5 ഹെഡും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഈ 4,40,000 ഇതിലൊക്കെ പാടെ ഉൾപ്പെട്ട സംഭവമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്ന് പിന്നെ കിട്ടിയ ഇൻകം ആയിരിക്കാം. ഓക്കെ, എനിവേ അത് പോട്ടെ. എന്തായാലും അഗ്രികൾച്ചർ ഇൻകം എത്രയാണ്, 20,000 ആണ്. എന്തായിരിക്കും ഇയാളുടെ ടാക്സ് ലയബിലിറ്റി എന്നാണ് ഫസ്റ്റ്. ഓക്കെ, ഇത് തൽക്കാലം ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ തന്നെ എഴുതാം. സിമ്പിളാണ്. ഇവിടെ നോക്കുക, 2,40,000 എന്ന് പറയുന്നത് 2,50,000 ആണ് നമ്മളെ സ്ലാബ് റേറ്റിൽ. അതുവരെ എക്സംഷൻ ആണ്. ഇപ്പോൾ ഇയാളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഇപ്പോൾ കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഡിവിജ്വലാണ്, സപ്പോസ് ഇൻഡിവിജ്വലാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു അസസ്മെൻറ്റ് ഇയർ 2020-21 അഥവാ പ്രീവിയസ് ഇയർ 2019-20 അയാൾക്ക് എന്തുണ്ട്, 2,50,000 വരെ ആൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അത്തരം കേസിൽ എന്താണ്, 2,50,000 താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം എത്രയായാലും അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ മേ ബി ദി എമൗണ്ട്. അഗ്രികൾച്ചർ ഇൻകം ഇവിടെ 20,000 ആണ്. സോ ദാറ്റ് ഡസ് നോട്ട് കൺസിഡർ ബിക്കോസ് ദി ടോട്ടൽ ഇൻകം ഈസ് ബിലോ 2,50,000. അപ്പോൾ ഇയാൾക്ക് ടാക്സ് ഉണ്ടാവും ഇതിൽ, നോ ടാക്സ്. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. 3 lakh അഗ്രികൾച്ചർ ഇൻകം 5,000.
ടോട്ടൽ ഇൻകം 3 lakh ആണ്, അഗ്രികൾച്ചർ ഇൻകം 5,000. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പോൾ ഇതിൽ ഇയാൾക്ക് ടാക്സ് ഉണ്ട്, 2,50,000 മേലെയാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഫസ്റ്റ് അയാൾക്ക് എന്തുണ്ടായിരിക്കും, ടാക്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇയാളുടെ ടോട്ടൽ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് 5,000 ആണ്. ഒരു കാര്യം നോട്ട് ചെയ്യണം, അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5,000 ആർ എക്സംപ്റ്റഡ്. 5,000 വരെ മാത്രം ഉള്ള അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. എവിടുന്ന്, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഇൻകത്തിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അല്ലാതെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 5,000 രൂപ എന്ന അഗ്രികൾച്ചർ ഇൻകത്തിന് അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ സെക്കൻഡ് പോയിന്റ് ഓർമ്മിക്കുക, എന്താണ്, ഇഫ് അഗ്രികൾച്ചർ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5,000 ദാറ്റ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇൻകത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് ലയബിലിറ്റി കണ്ടാൽ മതി. സപ്പോസ് നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്ന് കണ്ടുവെക്കുക, 3 lakh ആണല്ലോ. അപ്പോൾ ഓൺ ഫസ്റ്റ് 2,50,000 നിൽ, ഓൺ നെക്സ്റ്റ് 2,50,000 ഉണ്ടാവില്ലല്ലേ, ഇനി ബാലൻസ് അല്ലേ. അപ്പോൾ നീ വേണമെങ്കിൽ നെക്സ്റ്റിന് പകരം എന്താക്കാം, ബാലൻസ് അങ്ങോട്ട് കൊടുത്താൽ മതി. ബാലൻസ് 50,000 അറ്റ് ദ റേറ്റ് ഓഫ് 5%, 5×5 = 2,500 അല്ലേ. ടോട്ടൽ ചെയ്യുക 2,500. ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം കൂടി, ഇനി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക, അവിടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ റിബേറ്റോ സർചാർജോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് റൂൾ. സോ ഇവിടെ 3 lakh ആണ് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം. നമ്മളൊരു കാര്യം പഠിച്ചത് ഓർമ്മ ഉണ്ടോ, അണ്ടർ സെക്ഷൻ 87A റിബേറ്റ് അല്ലേ. ഇത് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്ന റിബേറ്റാണ്. അതിൻ്റെ കണ്ടീഷൻ എന്തെന്നു, അയാളുടെ ടോട്ടൽ ഇൻകം അപ് ടു 5 lakh, 5 ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് താഴെ ടോട്ടൽ ഇൻകം കിട്ടുന്ന ആളുകൾക്ക് എന്തിനുള്ള അർഹത ഉണ്ട്, 87A പ്രകാരമുള്ള റിബേറ്റിന് അർഹത ഉണ്ട്. മാക്സിമം എത്ര കിട്ടുക, മാക്സിമം 12,500 ആണ്. ഓക്കെ, സോ നമുക്ക് അതിവിടെ കുറയ്ക്കാം. ഇവിടെ 12,500 കുറയ്ക്കാമല്ലോ, ആകെ 2,500 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ഓർ ₹12,500 വിച്ച് എവർ ഈസ് ലെസ് എന്നാ, ഏതാണോ ചെറുതെന്നാ, ഇതാണ് നമ്മുടെ ടാക്സ് പേയബിൾ. അപ്പോൾ ഇത് തന്നെയാണ് ചെറുത്. സോ ഇയാൾക്ക് എന്തുണ്ടാവില്ല, ഫൈനൽ ടാക്സ് എന്ന് പറയുന്നതല്ല, ഒന്നുമില്ല. സോ ഇതിലും ഇയാൾക്ക് എന്ത് വരുന്നില്ല, ടാക്സ് വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. തേർഡ് കേസ്, അഗ്രികൾച്ചർ ഇൻകം 10,60,000, സോറി, ടോട്ടൽ ഇൻകം 10,60,000, അഗ്രികൾച്ചർ ഇൻകം 40,000. അപ്പോൾ ഇത്തരം കണക്കിൽ ഇതിലിപ്പോൾ ഈ രണ്ടിൻ്റെയും പോലെയല്ല ഈ കണക്ക് അല്ലേ. അഗ്രികൾച്ചർ ഇൻകം 5,000 മേലുണ്ട്, അപ്പോൾ എന്തായാലും അഗ്രികൾച്ചർ ഇൻകം പരിഗണിക്കണം. ഇതാണെങ്കിൽ എന്താണ്, 2.5 ലക്ഷത്തിൻ്റെ മേലെയുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ടി വരും. സോ ഇത്തരം കണക്കുകളാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. ഇതാണ് കണക്ക്, അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണക്ക് ഇതാണ്. സോ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം 10,60,000, അഗ്രികൾച്ചർ ഇൻകം 40,000. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പിലൂടെ ഈ കണക്കാണ് തീർക്കുക. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് അഗ്രിഗേറ്റ് ഇൻകം. എന്താണ് അഗ്രിഗേറ്റ് ഇൻകം എന്നുള്ളത്? സിമ്പിളാണ്. അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ ടോട്ടൽ ഇൻകം അഗ്രികൾച്ചർ ഇൻകം തമ്മിൽ കൂട്ടിയ സാധനമാണ് അഗ്രിഗേറ്റ് ഇൻകം. ടോട്ടൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 10,60,000 പ്ലസ് 40,000, 11 ലക്ഷം ഉണ്ടാവും. 0 കറക്റ്റ് അല്ലേ? 1, 2, 3, 4, 5. ഓക്കെ, അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് 2, ഫൈൻഡ് ഔട്ട് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഇൻകം. ഈ അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി സാധാ പോലെ
ഓൺ ഫസ്റ്റ് 2,50,000 nil ഓൺ നെക്സ്റ്റ് 2,50,000. ഇയാൾ ഇൻഡിവിജ്വൽ ആണല്ലോ, അപ്പോൾ ഇയാൾക്ക് 2.5 വർഷം വരെ സ്ലാബ് റേറ്റിൻ്റെ പരിധി തന്നെ നെല്ലില്ലേ. അടുത്ത 2 ലക്ഷം 5% അറ്റ് ദി റേറ്റ് ഓഫ് 5%. നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കണ്ടു പിടിക്കുന്നതാണ്. ഇതിങ്ങനെ ഒരുപാട് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലേ. 5% കാണാൻ പഠിച്ചാൽ 5%, 2 ലക്ഷത്തിൻ്റെ 12,500. ദെൻ ഓൺ നെക്സ്റ്റ് 5 lakh at the rate of 30%. 30% 30% അല്ല 20% അല്ലേ. 20% 1 lakh. ദെൻ ബാലൻസ് എത്ര ഉണ്ടാവും? 5, 2, 7, 2, 9, 10 11 ലക്ഷം. ബാലൻസ് 1 lakh. ഫോർ ബാലൻസ് 1 lakh അറ്റ് ദി റേറ്റ് ഓഫ് 30%. ഇതാണ് സ്ലാബ് റേറ്റ്. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വീഡിയോയിൽ സ്ലാബ് റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. 30,000 വരും. സോ ടോട്ടൽ 1,30, 1,42, 1,42,500. ഇതാണ് അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഇനി ഇതിൻ്റെ മേലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാനായിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി മാത്രം കുറയ്ക്കണം. ഓക്കെ, ലെസ് ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇൻകം. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം എത്രയായിരുന്നു നമുക്കറിയാം. 40,000 ആണ്. 40,000 അവിടെ ഉണ്ട് അല്ലേ. 40,000. ഈ 40,000 കൂടി നമ്മളെ ബേസിക് സ്ലാബ് ഉണ്ടല്ലോ, ഇതാ ഈ സാധനം 2,50,000 ആഡ് ചെയ്യണം. നിർബന്ധമാണ്, മറക്കരുത്. ഓക്കെ, ഈ സാധനം കേട്ടോ. അപ്പോൾ എത്രയായി? 2,90,000. അതവിടെ കിടക്കട്ടെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ 2,50,000 ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇയാൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണ് 2,50,000. ഇയാൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ 3 ലക്ഷം വരും. ഇയാൾ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എന്ത് വരും? 5 വരും. ഓക്കെ, അതുകൊണ്ട് ബേസിക് സ്ലാബ് റേറ്റ് എത്രയാണോ വരുന്നത് അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്, മറക്കരുത്. ഓക്കെ, സോ വീണ്ടും ടാക്സ് ലയബിലിറ്റി പഴയ പോലെ തന്നെ കാണാം. ഓൺ ഫസ്റ്റ് 2,50,000 നിൽ. അപ്പോൾ ഇത് പോയി. ഓൺ നെക്സ്റ്റ് ഇനി ബാലൻസ് എമൗണ്ട് തന്നെ ഉള്ളൂ. ബാലൻസ് 40,000 അറ്റ് ദി റേറ്റ് ഓഫ് 5%. 5% എത്ര ഉണ്ടാവും? 4, 5, 20, 2,000. ഓക്കെ, ഈ 2,000 സൗകര്യത്തിന് വേണ്ടി ഇവിടെ എഴുതും കേട്ടോ. 2 ലക്ഷത്തിന് ഈ 2,000 നമ്മൾ എന്ത് ചെയ്യാണ്? ഇതാ ഇവിടുന്ന് കുറയ്ക്കാൻ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വരടാം കേട്ടോ. 2,000. ഓക്കെ, then 1,40,500. സോ ഇതിനോടുകൂടി എന്ത് ചെയ്യണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യാം. ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദി റേറ്റ് ഓഫ് 4%. അപ്പോൾ ഇത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 5,620 നമ്മൾ ഇവിടെ കൂട്ടി വെച്ചത്. 5,620 ആഡ് ചെയ്താൽ 0 to 11 1 6 1,46,120. 1,46,120. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ടാക്സ്. ഓക്കെ, സോ ഒരു കാര്യം
PG കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് അഡ്വാൻസ് ലെവലായിട്ട് അവർക്ക് വരുമ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗ്രോസ് ടാക്സ് എന്ന് പറയും. ഗ്രോസ് ടാക്സ് ലയബിലിറ്റി. നിങ്ങൾ എന്തെങ്കിലും അഡ്വാൻസ് ടാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് ടാക്സ്, അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് 1,46,120 ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഇതിന് നിങ്ങളെന്താണ് ഈ വർഷം നിങ്ങൾ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടിരിക്കുക. അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ലെസ് ഇഫ് എനി അഡ്വാൻസ് ടാക്സ്. അതുപോലെ തന്നെ TDS എന്ന് പറഞ്ഞ സംഭവം, TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ ഈ ആൻസർ തന്നെയാണ് 1,46,120. ഇതിനെയാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിനലായിട്ട്. ഇത് നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുകയല്ല, 1,120,000. സപ്പോസ് ഇത് 121 ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, 120ലേക്ക് തന്നെ റൗണ്ട് ചെയ്യും. 123 ആണെങ്കിലും 120ലേക്ക് റൗണ്ട് ചെയ്യും. സപ്പോസ് 125 ആണെങ്കിൽ 130 എന്ന് എഴുതണം. നിയറസ്റ്റ് 10 എന്താ, 5 5ൻ്റെ മേലേക്കാണെങ്കിൽ അങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴത്തേക്ക് വരിക. ഓക്കെ, നമ്മൾ 0.5 ഒക്കെ ആകുമ്പോൾ അല്ലേ പീഡിയെന്നൊക്കെ നല്ല മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ 1 പൈസ ഒന്നും ചിലപ്പോൾ ബാലൻസ് കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിയറസ്റ്റ് 10ലേക്കാണ് നമ്മൾ ഫൈനൽ ടാക്സ് ലയബിലിറ്റി അത് റൗണ്ട് ചെയ്തിട്ട് വിടുക. ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ ബ്ലാങ്ക് ഇട്ട് എന്തിനാണ് ചോദ്യം. ഇവിടെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും റിബേറ്റോ സർചാർജോ അങ്ങനെ എന്തെങ്കിലും വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. റിബേറ്റ് ഇപ്പോൾ 87A ഉണ്ടല്ലോ, അതിപ്പോൾ ഇയാൾക്ക് ഇവിടെ ഇല്ല. അതുപോലെ സർചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർചാർജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഭാഗത്താണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ ദിസ് ഈസ് the treatment of agriculture income. First of all, we have to find out aggregate income, then calculate the tax liability of aggregate income, then ആ tax liability calculate ചെയ്തതിൽ നിന്നും എന്ത് ചെയ്യണം, deduct the tax liability of agriculture income. അതുമാത്രം കുറയ്ക്കുക. ദെൻ നമുക്ക് എന്താണ് ഗ്രോസ് ടാക്സ് കിട്ടും. എന്തെങ്കിലും അഡ്വാൻസ് ടാക്സോ TDS ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ടാക്സ് കിട്ടും. ഈ ഭാഗത്തുനിന്ന് റിബേറ്റോ സർചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുറയ്ക്കാവുന്നതാണ്. റിബേറ്റ് ആണെങ്കിൽ കുറയ്ക്കണം, സർചാർജ് കുറയ്ക്കാൻ പാടുമോ, സർചാർജ് ആണെങ്കിൽ കൂട്ടണം അല്ലേ. സർചാർജ് എപ്പോഴാണ് വരിക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. താങ്ക് യു.